ഒരു മനുഷ്യന് അവൻ്റെ ഹൃദയ ശുദ്ധീകരണത്തിന് മഹാന്മാരായ ആളുകൾ ധാരാളം കാര്യങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി അവരെണ്ണിയതാണ് രാത്രിയിൽ സമയം കണ്ടെത്തി ഉറക്കമൊഴിച്ച് അല്ലാഹു തആലാക്ക് ഇബാദത്തെടുക്കുകയും രാത്രി സമയങ്ങളെ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നത്. അതിനുവേണ്ടി രാത്രിയിൽ പ്രത്യേകമായ നിസ്കാരവും മറ്റു ഇബാദത്തുകളും വിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹൃദയ ശുദ്ധീകരണത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ മഹാന്മാരായ ആളുകൾ എണ്ണിയതാണ് വഖിയാമു ലൈലിൻ, രാത്രിയിൽ നിസ്കരിക്കുക എന്നത്. അതോടൊപ്പം വത്തളർറു ബിസ്സഹർ, അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നത്. ഹൃദയ ശുദ്ധീകരണത്തിന് 5 കാര്യങ്ങൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച കൂട്ടത്തിൽ വളരെ പ്രധാനമായി പറഞ്ഞ 2 കാര്യങ്ങളാണ് ഞാനിവിടെ ഓർമ്മപ്പെടുത്തിയത്. രാത്രിയിൽ നിസ്കരിക്കുക, അതോടൊപ്പം അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക, ദുആ ചെയ്യുക, ഒരുപാട് ദിക്റുകളും സലാത്തുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിച്ച് അള്ളാഹുവിലേക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതും ഹൃദയ ശുദ്ധീകരണത്തിൻ്റെ മാർഗമാണ്. അതിന് മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ധാരാളം അവസരം കിട്ടുന്ന മാസമാണ് വിശുദ്ധമായ റമദാൻ. റമദാനിൽ ഒരു അമലിന് ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുന്നത് എന്ന് നമുക്കറിയാം. ആ കൂട്ടത്തിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട കാര്യമാണ് അത്താഴ സമയം. ആ സമയത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം എണീക്കുന്നതിന് പകരം ആ സമയം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും ഒരു 2 റക്അത്തെങ്കിലും ചുരുങ്ങിയത് തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് മനമുരുകി പ്രാർത്ഥനകൾ നിർവഹിക്കാനും ആ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നതാണ് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പ്രത്യേകമായി നിർവഹിക്കാൻ വേണ്ടി, രാത്രി സമയത്ത് നിർവഹിക്കാൻ വേണ്ടി പറയുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. രാത്രി ഉറങ്ങിയതിന് ശേഷം നിസ്കരിക്കുന്ന, സുബഹിൻ്റെ മുന്നേ നിസ്കരിക്കുന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആ തഹജ്ജുദ് നിസ്കാരം വലിയ ബഹുമാനത്തോടുകൂടെ അവിടുത്തെ ഒരു പ്രത്യേകതയായി കൊണ്ട് തന്നെ അവിടത്തോട് അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. രാത്രി സമയത്ത് അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കണം, ഖുർആൻ ഓതിക്കൊണ്ട് തഹജ്ജുദ് നിസ്കരിക്കണം. നാഫിലതൻ ലക, അങ്ങേക്ക് സ്പെഷ്യലായി, അങ്ങേക്ക് ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാരായ ആളുകൾ 2 രൂപത്തിലാണ് അതിൻ്റെ വിശദീകരണം പറയുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഫർളായ 5 നേരത്തെ നിസ്കാരങ്ങൾക്ക് പുറമെ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നു. നാഫിലത്തൻ ലക്ക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം എന്ന് ചില മഹാന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തഹജ്ജുദ് സുന്നത്ത് തന്നെയാണ്. അപ്പം നാഫിലത്തൻ ലക്ക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങേക്ക് തഹജ്ജുദ് നിസ്കാരം അല്ലാഹു തആല നിയമമാക്കിയത് അങ്ങയുടെ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടിയാണ്, അങ്ങയുടെ മഹത്വം വർദ്ധിക്കാൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് തഹജ്ജുദ് നിസ്കാരം അവരുടെ ദോഷം പൊറുപ്പിക്കാനുള്ള ഒരു കാരണമായിട്ടാണ്, ഒരു കാര്യമായിട്ടാണ് അല്ലാഹു തആല നിർദ്ദേശിച്ചത് എങ്കിൽ അങ്ങേക്ക് തഹജ്ജുദ് നിസ്കാരം ദോഷം പൊറുപ്പിക്കാനല്ല, അങ്ങേക്കൊരു ദോഷവുമില്ല, അങ്ങ് ഒരു ദോഷവും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മറിച്ച് അങ്ങ് തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് നാഫിലത്തൻ ലക്ക, അങ്ങയുടെ സ്ഥാനം വർദ്ധിക്കാനാണ്, അങ്ങയുടെ ദറജയിൽ വർധനവുണ്ടാകാനാണ് എന്ന രൂപത്തിലും മഹാന്മാരായ ആളുകൾ ആ ആയത്തിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും വിശുദ്ധമായ ഖുർആനിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബഹുമാനത്തോടുകൂടെ അല്ലാഹു തആല നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. ആ തഹജ്ജുദ് നിസ്കാരത്തിന് നമുക്ക് കൂടുതൽ അവസരം കിട്ടുന്ന സമയമാണ് വിശുദ്ധമായ റമദാൻ. നമ്മുടെ റമദാനിൻ്റെ രാത്രികളെ നമ്മൾ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെടുന്നുണ്ട്, അയ്യുസ്സലാത്തി അഫ്ളലു ബഅദൽ മക്തൂബ, 5 വഖ്ത് ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം ഏതാണ് നബിയെ എന്ന് ചോദിക്കപ്പെടുമ്പോൾ അവിടുന്ന് പറയുന്നത് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലുള്ള നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ തന്നെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അഫ്ളലുസ് സിയാമി ബഅദ റമദാന ഷഹ്റുല്ലാഹിൽ മുഹറം വ അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. ഫർള് നിസ്കാരങ്ങൾ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം അത് രാത്രിയിലുള്ള നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. അത്രയും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്.
എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത്, ആരാരും അറിയാത്ത സമയത്ത് അവൻ സ്വന്തമായി എണീറ്റ് അല്ലാഹു തആല മാത്രം അവൻ്റെ നിസ്കാരം അറിയുകയാണ്. ആ സമയത്ത് എണീറ്റ് കൊണ്ട് നിസ്കരിക്കുന്ന നിസ്കാരത്തിന് മറ്റു സമയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല ഇഖ്ലാസ് ഉണ്ടാകും, നല്ല ഭയഭക്തി ഉണ്ടാകും എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം ആരും കാണണമെന്ന് അവൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് അവൻ സ്വന്തമായി ആലോചിച്ച് സ്വന്തം തീരുമാനപ്രകാരം അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ്റെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവിടുന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ ആ സമയത്ത് ആളുകളൊക്കെ അവിടുത്തെ വരവേറ്റ് അവിടുത്തെ സ്വീകരിക്കുന്ന ആ സമയത്ത് അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത യഹൂദികളുടെ കൂട്ടത്തിൽപ്പെട്ടിരുന്ന അബ്ദുല്ലാഹിബിൻ സലാം റളിയല്ലാഹു അൻഹു പിന്നീട് അവിടുന്ന് സ്വഹാബിയായിട്ടുണ്ട്. അവിടുന്ന് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വന്ന് ആദ്യമായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് ഈ ഹദീസാണ്, അയ്യുഹന്നാസ് അഫ്ശുസ്സലാം അത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ഓ ജനങ്ങളെ, നിങ്ങൾ സലാമിനെ പ്രചരിപ്പിക്കുക, നിങ്ങൾ ധാരാളമായി സലാം പറയുക, അറിയുന്നവരോടും അറിയാത്തവരോടും നിങ്ങൾ സലാം പറയുക, നിങ്ങൾ മറ്റുള്ളവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കുക, അതോടൊപ്പം നിങ്ങൾ കുടുംബബന്ധം ചേർത്തുക. നാലാമതായി അവിടുന്ന് പറഞ്ഞത് വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ, അവിടുന്ന് പറഞ്ഞത് തന്നെ അങ്ങനെ തന്നെയാണ്, വസല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ രാത്രിയിൽ എണീറ്റ് നിസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, നല്ല സമാധാനത്തോടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സലാമോടെ, സമാധാനത്തോടെ, സ്വസ്ഥതയോടെ സ്വർഗത്തിൽ കടക്കാനുള്ള കാരണങ്ങൾ പഠിപ്പിച്ച കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ പ്രധാനമായി എണ്ണിയ കാര്യമാണ് സല്ലു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങളൊക്കെ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ നിസ്കരിക്കുക. ആ നിസ്കാരമാണ് ഈ റമദാനിൽ നമ്മൾ ധാരാളമായി ചെയ്യേണ്ടത്. തഹജ്ജുദ് നിസ്കാരം, അതിൻ്റെ റക്അത്തിന് പ്രത്യേകിച്ച് എണ്ണത്തിൻ്റെ പരിധിയൊന്നുമില്ല, എത്രയും നിസ്കരിക്കാൻ പറ്റും. ഈ രണ്ട് റക്അത്തായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, ഈ രണ്ടായിട്ടായി നിസ്കരിക്കേണ്ട നിസ്കാരമാണ് രാത്രിയിലുള്ള നിസ്കാരം എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് എത്രയാണോ നമുക്ക് സാധിക്കുക, 2 റക്അത്ത് നിസ്കരിക്കാനാണോ കഴിയുന്നത്, അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക. 2 റക്അത്ത് നിസ്കരിച്ച് ശീലമുള്ളവർ 4 റക്അത്തായി വർദ്ധിപ്പിക്കുക, 6 റക്അത്തായി വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ മുന്നിൽ ധാരാളം സുജൂദ് ചെയ്യാനുള്ള അവസരമാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കി റമദാനിൻ്റെ രാത്രികളെ, ഒരുപാട് തഹജ്ജുദ് നിസ്കാരങ്ങളെ, ഒരുപാട് രാത്രി നിസ്കാരങ്ങളെ നിർവഹിക്കാൻ വേണ്ടി നാം സമയം കണ്ടെത്തണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വർദ്ധിച്ച ഈ സമയത്ത് റമദാനിൻ്റെ ഈ ദിനരാത്രങ്ങളെ അത്തരം അവസ്ഥകളിലേക്ക് നമ്മൾ തള്ളിമാറ്റുന്നതിന് പകരം അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാനും വേണ്ടി, നമ്മുടെ ഹൃദയ ശുദ്ധീകരണത്തിന് വേണ്ടി, നമുക്ക് രക്ഷപ്പെടാൻ എന്ന അർത്ഥത്തിൽ ഇത്തരം നല്ല നല്ല സൽക്രമങ്ങൾ ചെയ്യാനാണ് റമദാനിൻ്റെ സമയങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടത്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ് പ്രധാനമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തുൽ ലൈലിനെ കുറിച്ച്, തഹജ്ജുദ് നിസ്കാരത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തഹജ്ജുദ് നിസ്കാരത്തെ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ആ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ രൂപം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്യുന്നുണ്ട്. സ്വഹാബത്തിൻ്റെ